അതെ, ഇപ്പോൾ നമ്മൾ പാലക്കാട് ജില്ലയുടെ 2030 വ്യാവസായിക വികസനം എങ്ങനെയായിരിക്കണം, അതിന് ഏതൊക്കെ രീതിയിൽ ഈ നിമിഷം മുതൽ മുന്നോട്ട് പോയാൽ നമ്മൾക്ക് സാധിക്കും, എവിടെയൊക്കെയാണ് ദൗർബല്യങ്ങളുള്ളത്, എവിടെയൊക്കെയാണ് പിഴവുകളുള്ളത്, എവിടെയൊക്കെയാണ് മുന്നോട്ട് പോക്കുകൾ ഇപ്പോൾ തന്നെ സജീവമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നിങ്ങനെയുള്ള വിവിധ തലങ്ങളിലുള്ള അഭിപ്രായങ്ങളാണ് 3 പേരിൽ നിന്ന് നമ്മൾ കേട്ടത്. നമ്മൾക്ക് അടുത്തതായിട്ട് ആരോഗ്യ മേഖലയിലേക്കാണ് പോകേണ്ടത്, അത് മനസ്സിൽ വെക്കുക. പക്ഷേ ഇപ്പോൾ വ്യാവസായിക മേഖലയെക്കുറിച്ച് പറഞ്ഞ ഈ 3 പേരും പറഞ്ഞതിനെ ക്രോഡീകരിച്ചുകൊണ്ടും ഒപ്പം തന്നെ സ്വന്തം നിലയ്ക്കും ഒരു സാമ്പത്തിക വിദഗ്ധൻ എന്നുള്ള നിലയ്ക്കും ലീഡ് കോളേജ് ഓഫ് മാനേജ്മെന്റ് ഡയറക്ടർ ഡോക്ടർ തോമസ് ജോർജ് കെ എങ്ങനെയാണ് 2030 പാലക്കാട് ജില്ലയുടെ വികസനത്തെ സ്വപ്നം കാണുന്നത് എന്നും അത് കേവല സ്വപ്നമല്ല, പ്രായോഗികമായിട്ട് എങ്ങനെ വരുത്താമെന്നും സൂചിപ്പിക്കുന്നു. താങ്ക് യു സോ മച്ച്. നമുക്ക് 5 സെക്ടർ തന്നതിൽ അഗ്രികൾച്ചർ ഉണ്ടായിരുന്നില്ല, പക്ഷേ ഏറ്റവും കൂടുതൽ ഡിസ്കഷൻ വന്ന അഗ്രികൾച്ചർ ആയതുകൊണ്ട് അതിൽ തന്നെ തുടങ്ങാം. തീർച്ചയായിട്ടും നെല്ലിനെ ഞാൻ ഇൻഡസ്ട്രി ആയിട്ട് കണക്ട് ചെയ്യുന്നു. ഇപ്പം കയറ് പണ്ട് ഫൈബർ മാത്രം എടുത്തിരുന്നത്, അതേ വരുമാനം തന്നെയാണ് അതിൻ്റെ പിത്ത് വെച്ചിട്ട് ഇപ്പം നമ്മൾ ചെയ്യുന്നത്. ഫുൾ എക്സ്പോർട്ടാണ് പോണത്. അതുപോലെ നമ്മൾ നെല്ലിൻ്റെ അരി മാത്രമല്ലാതെ തവിടും ബാക്കിയുള്ളതെല്ലാം എടുക്കാവുന്ന ഒരു ഭാഗത്തേക്ക് വരുന്നു. ബാൺ ഓയിൽ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരുപാടുണ്ട്. റബ്ബർ ഇവിടെ നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇപ്പോൾ ഒരു പ്രശ്നം, പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം കർഷകർ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയിലും വരുന്നത് ഒന്ന് മൃഗങ്ങളാണ്. ആനയൊക്കെ വരുന്നതോടുകൂടി കംപ്ലീറ്റ് കാര്യങ്ങൾ പോവുകയും ആൾക്കാർ കൃഷി നിർത്തുന്നതും ചെയ്യുന്നു. അതിന് 30 ആവുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടക്കുമെന്നും അത് മാറ്റം വന്നാൽ അഗ്രികൾച്ചറും കൂടും, അഗ്രികൾച്ചർ ഇൻഡസ്ട്രിയും കൂടും എന്നുള്ളൊരു ഭാഗമാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. 2, കോയമ്പത്തൂരിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അത് നല്ലൊരു കാര്യമായിട്ട് നമുക്ക് എടുക്കാം. കാര്യം ഡൽഹിനെ ഡിപ്പെൻഡ് ചെയ്ത് നോയിഡ വന്നു. ഇപ്പം അത് നല്ല രീതിയിൽ വന്ന് അവിടെ എല്ലാ കാര്യങ്ങളും അവിടെ തന്നെയായി ഡെവലപ്ഡായി. ഇപ്പം ആൾക്കാർ ഡൽഹി പോകണ്ടാത്ത അവസ്ഥയായി. അതുപോലെ പാലക്കാട് കോയമ്പത്തൂരെ ഡിപ്പെൻഡ് ചെയ്തു, അതിനനുസരിച്ച് അവിടുന്ന് ആൾക്കാർ വരട്ടെ, ഇവിടെ തന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വരും. ഇനി നമ്മുടെ ഡിപ്പെൻഡൻസി കുറയ്ക്കാൻ പറ്റും ഇത് വളർന്നു വരുന്നു എന്നുള്ളതിനെ ഞാൻ വളരെ പോസിറ്റീവായിട്ട് കാണുന്നു. ഇൻഡസ്ട്രീനെ സംബന്ധിച്ചിടത്തോളം ലേബർ ഇഷ്യൂസ് ഒക്കെ ഒരുപാട് ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം കുറേയും കൂടെ കൺഡ്യൂസീവായിട്ടാണ്, എല്ലാവരും കൂടെ ഒന്നിച്ച് നിൽക്കുന്നു എന്നുള്ളൊരു വലിയ സന്തോഷ വാർത്ത. കാരണം പാൽഘാട്ട് മാനേജ്മെന്റ് അസോസിയേഷൻ, കഞ്ചിക്കോട് ഇൻഡസ്ട്രിയൽ ഫോറം, NIPM നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പേഴ്സണൽ മാനേജ്മെന്റ്, ഇവിടെയൊക്കെ ഞാൻ സഹകരിച്ച് വർക്ക് ചെയ്യുമ്പോൾ ഒക്കെ പണ്ടത്തേനെക്കാട്ടിലൊക്കെ ഒരുപാട് മാറി ഇപ്പോൾ എല്ലാവരും കൂടെ ഒന്നിച്ച് നിൽക്കുന്നു എന്നുള്ളത് വളരെ പോസിറ്റീവാണ്. ഇൻഡസ്ട്രിയൽ കോറിഡോർ ഡെഫിനറ്റ്ലി വരുന്നു. ആ പദ്ധതി വന്നു കഴിഞ്ഞാൽ പാലക്കാട് വിൽ ബി ഇൻ ദ ലൈം ലൈറ്റ്. അത് തീർച്ചയായിട്ടും കെക്കിജി പറഞ്ഞ പോലെ ലോജിസ്റ്റിക്സ് ഹബ് വരാനും കണ്ടെയ്നർ നേരിട്ട് വന്നിട്ട് കാര്യങ്ങൾ നടക്കാനും ഒക്കെ ഉള്ളൊരു നല്ലൊരു മൂവ്മെന്റ് ഭാഗമായിട്ട് ഒരു ലൊക്കേഷൻ പാലക്കാട് വരും. ഇൻഫാക്ട് അത് കേരളത്തിൽ ഫ്ലഡ് വന്നപ്പോഴായിരുന്നു എല്ലാ സ്ഥലത്തു നിന്നുള്ള സപ്പോർട്ടും നേരെ പാലക്കാടാണ് വന്നത്. പാലക്കാട് നിന്നായിരുന്നു പിന്നീട് ഫർദർ ഡിസ്ട്രിബ്യൂഷൻ. കാരണം വെളിയിൽ നിന്ന് വന്നവർക്കൊക്കെ ഇവിടെയായിരുന്നു തന്നിരുന്നത്, ഇവിടെ നിന്നാണ് നമ്മൾ പോയിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം നല്ലൊരു ഇൻഡസ്ട്രിയൽ ഏരിയ ഉണ്ട്. അതിനുവേണ്ട ഇൻഫ്രാസ്ട്രക്ചർ, ലാൻഡും കുറച്ചെണ്ണമൊക്കെ പോയതും അല്ലാതെ ബിൽഡിങ്ങും കിൻഫ്രയും ബാക്കി പാർക്കുകൾ, IT പല പല പാർക്കുകൾ വരുന്നു, കുറേ ഉണ്ട്. കുറേയും കൂടെ ഡെവലപ്പ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. കഞ്ചിക്കോട് മാത്രമല്ലാതെ പല സ്ഥലങ്ങളിലും ഇൻഡസ്ട്രിയൽ പാർക്ക് വരുന്നുണ്ട്. ഇൻഡസ്ട്രിയൽ പാർക്കും ഇപ്പം ക്യാമ്പസുകളിൽ അതിനൊക്കെ വളരെയധികം ഊന്നൽ കൊടുക്കുന്നുണ്ട്. ഇൻ ഡ്യൂ കോഴ്സ് ഓഫ് ടൈം അത് വന്നു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ഡെഫിനറ്റ്ലി ബി ആൾക്കാർക്ക് ബെനിഫിഷ്യൽ ആവും. ഈവൻ വിദ്യാർത്ഥികൾക്കും ജോലി കിട്ടാനും ഇന്റേൺഷിപ്പിനും അവരുടെ ഭാവി സുരക്ഷിതമാക്കാനുള്ള കാര്യങ്ങളുണ്ട്. ഒരു കാര്യം പറഞ്ഞത് തീർച്ചയായിട്ടും ഉള്ളത് ടെക്നോളജിക്കൽ അപ്ഡേഷൻ തന്നെയാണ്. അതെനിക്കറിയാവുന്നത്, ഞാൻ കുറച്ച് ട്രെയിനിങ്ങിന് പോകുമ്പോൾ ഇപ്പം കേരളത്തിലുള്ള MRFിൻ്റെ ഫാക്ടറിയുടെ വളരെ ചെറിയ ലേബറും ആൾക്കാരെ അവരുടെ പുതിയ ഇൻഡസ്ട്രിയിലുള്ളൂ. കാരണം ഫുൾ മെക്കനൈസ്ഡ് ആണ്. അപ്പോൾ അവിടുത്തെ പ്രൊഡക്ടിവിറ്റി ഭയങ്കര കൂടുതലാണ്. കേരള ഇപ്പോഴും പേടിച്ചുകൊണ്ടിരിക്കുക എങ്ങനെ നമുക്ക് ഓടിച്ചുകൊണ്ട് പോകാമെന്നുള്ളത്. അപ്പോൾ പുതിയ ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്സ് വരുമ്പോൾ ഉണ്ടാവുന്ന കാര്യം ഹൈ പ്രൊഡക്ടിവിറ്റിയിൽ നമുക്ക് കാര്യങ്ങൾ കിട്ടും. ഇപ്പം ഷൊർണൂർ അഗ്രോ ഇംപ്ലിമെൻ്റ് അവരുടെ കൺസോർഷ്യം ഒക്കെ ഫോം ചെയ്തിരുന്നു. അവിടെ ഇപ്പോഴും ആൾക്കാർ തല്ലി പരത്തി ഉണ്ടാക്കുന്ന, ഈയിടെ അവരുടെ ഒരു പരിപാടിക്ക് ഞാൻ പോയിരുന്നു. പക്ഷേ കുറച്ച് ദിവസം മുമ്പ് ഞാൻ അഗ്രോ ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ട് കൊഡീസിയ കോയമ്പത്തൂർ
വലിയൊരു അഗ്രികൾച്ചർ എക്സിബിഷൻ ചെന്നപ്പം അവിടെ ഏറ്റവും കൂടുതൽ തിരക്കുണ്ടായിരുന്നത് ഒരു ഷൊർണൂർ എന്നുള്ളൊരു അഗ്രികൾച്ചർ ഇംപ്ലിമെന്റ്സ് ഉണ്ടാക്കുന്നവിടെയാണ്. തമിഴുള്ളവർ എല്ലാവരും അത് ഭയങ്കര തിരക്കായിരുന്നു. അത് അവരൊരുപാട് മോഡേണൈസ് ചെയ്തു എന്നുള്ളതാണ് കാര്യം. അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഈ ഏരിയയിൽ മോഡേണൈസ് ചെയ്യാണ്. ഇതൊക്കെ വളരെ കുറച്ച് സ്ഥലങ്ങളിൽ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. നമുക്ക് അവിടെയൊക്കെ ആ കൺസോർഷ്യം ഒന്ന് സ്ട്രോങ് ആക്കി നല്ല രീതിയിൽ മോഡേണൈസ് ചെയ്യാമെങ്കിൽ, ഞാൻ ഇവിടെ കണ്ടൊരു വ്യക്തി 6 രാജ്യങ്ങളിലേക്ക് ഈ കാര്യങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളതിനെ എടുത്ത് ബാക്കിയുള്ളവരെല്ലാവരെയും കൂടെ കൂട്ടി അതേപോലെ ആക്കാമെങ്കിൽ, ഞങ്ങൾ വന്നിരുന്ന ഡിസ്കഷൻ, ഒരു കൈക്കോട്ട് ഉണ്ടാക്കാൻ ഒരു വെട്ടുകത്തി ഉണ്ടാക്കാൻ 90 രൂപയാണെങ്കിൽ അത് 110 രൂപയ്ക്ക് വിൽക്കാമെങ്കിൽ മറ്റേ ആൾ പറഞ്ഞു ഞാൻ 650 വിൽക്കുന്നത്. ഓഫ് കോഴ്സ് കുറച്ചും കൂടെ കൂടുതൽ വില വരുമായിരിക്കും, പക്ഷെ ആ ക്വാളിറ്റിയും ബാക്കിയുള്ള പ്രോസസ്സും കറക്റ്റ് ആകുമ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്ന വലുപ്പം എന്ന് പറഞ്ഞത് വലുതാണ്. ഓഫ് കോഴ്സ് തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പാലക്കാട് ഒരു അഗ്രികൾച്ചർ ഏരിയ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുന്ന് മാങ്ങയാണെങ്കിലും തേങ്ങയാണെങ്കിലും നെല്ലാണെങ്കിലും ഒക്കെ തന്നെ ഡയറക്റ്റ് കൊടുക്കുന്നതിന് പകരം അതിനെ നമുക്ക് പ്രോസസ്സ് ചെയ്തെടുക്കാമെങ്കിൽ തൊഴിൽ സാധ്യതകളും അതിൻ്റെ ബൈ പ്രോഡക്ട്സ് ഇപ്പോൾ തേങ്ങയുടെ ആണെങ്കിൽ തേങ്ങാ വെള്ളം അതിവിടെ പാലക്കാടുണ്ട്. തേങ്ങാ വെള്ളം പ്രോസസ്സ് ചെയ്ത് കുടിക്കാൻ ഉണ്ട്. തേങ്ങ പ്രോസസ്സ് ചെയ്യുന്ന പല പല പ്രോസസ്സ് അതിൽ ചെയ്യാം. ഫ്ലേക്കായിട്ടും ചുരണ്ടിയിട്ടും ഉണക്കിയിട്ടും ഒക്കെ. ചിരട്ട, ഇന്ന് ചിരട്ടക്കരി എന്ന് പറയുന്ന കാർബൺ, അത് ഭയങ്കര വലിയൊരു ഇൻഡസ്ട്രിയാണ്. നമ്മുടെ വീടുകളിലൊക്കെ വെറുതെ കത്തിച്ച് കളയില്ലെങ്കിൽ അവിടെ കിടക്കുന്ന സാധനം അത് ഭയങ്കര ഒരു ഇൻഡസ്ട്രിയാണ്. ചകിരിനെ കുറിച്ചും ചകിരി ചോറിനെ കുറിച്ചും തൊണ്ടിനെ കുറിച്ചും ഇനിയും എന്തെടുത്താലും തെങ്ങിന്റെ എല്ലാം ഉപയോഗിക്കാന്ന് പറഞ്ഞ പോലെ ഈ പറഞ്ഞ പട്ടയൊക്കെ തന്നെ അരിഞ്ഞരിഞ്ഞ് പൊടിയാക്കിയിട്ട് വളമായിട്ടോ കമ്പോസ്റ്റ് ഒരുപാട് ഏരിയയിലാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഞാൻ അടുത്തൊരിക്കൽ ക്ലാസ്സിൽ പറഞ്ഞ പോലെ 1 ഏക്കറുള്ള ഒരു മലയാളി എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവനാണ്, അഥവാ ദരിദ്രൻ എന്നുള്ള ഭാഗത്തിൽ പൈസയുടെ. ഈ 1 ഏക്കറുള്ള ഒരു വലിയൊരു രാജ്യത്തെ ആണെങ്കിൽ അവൻ ഭയങ്കര പൈസക്കാരനാണ്. കാരണം ആ 1 ഏക്കറിൽ നിന്ന് എത്ര ഉണ്ടാക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ഉണ്ടാക്കുന്നു. ആ ലെവലിലേക്ക് നമ്മൾ ഉയരണം. അതിനുള്ള ടെക്നോളജിയും നമുക്ക് അതിനുള്ളൊരു വലിയൊരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ IIT പാലക്കാടുണ്ട്. അവർ കുറേ പബ്ലിക് റിസർച്ചിലും ബാക്കി എല്ലാത്തിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതൊന്ന് ഡെവലപ്പ് ചെയ്ത് വന്നാൽ പാലക്കാട് തീർച്ചയായിട്ടും ഒന്നെത്തണം എന്നുള്ളത് നമ്മുടെ ആഗ്രഹം. ഒന്നെത്തിയില്ലെങ്കിലും 2 എത്തുന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. അതെ.